ഹലോ, ദിസ് ഈസ് ബെൽസൺ ഹിയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വേറൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ്. എന്താണെന്നറിയോ? നിങ്ങൾക്ക് എങ്ങനെ ഒരു രാകേഷ് ജിഞ്ചുമാലയാകാം എന്ന് പറഞ്ഞാൽ നല്ല നെറ്റ്വർത്ത്, അതും സ്റ്റോക്സിൻ്റെ എന്ന് വെച്ചാൽ എന്താ, ഷെയർസിൻ്റെ എന്ന് വെച്ചാൽ എന്താ, അതായത് നമ്മളുടെ കമ്പനികളില്ലേ, ഇവിടെ നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള കമ്പനികളില്ലേ, ആ കമ്പനികളുടെയൊക്കെ ഷെയർ ഹോൾഡർ ആകാം നിങ്ങൾക്ക്. അങ്ങനെ ഷെയർ ഹോൾഡർ ആയിട്ട് നമുക്കത് അക്യുമുലേറ്റ് ചെയ്തിട്ട് നല്ലൊരു വെൽത്ത് എങ്ങനെ ബിൽഡ് ചെയ്യാം. ഇത് ലോങ് ടേം ആണ്, ഷോർട്ട് ടേം അല്ല. ഷോർട്ട് ടേമിലേക്ക് തന്നെ ബൈയും സെല്ലും ഒന്നും ഇല്ല ഇവിടെ. ഇത് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ഒരു പാസീവായിട്ട് ചെയ്യാവുന്നതും എന്നാൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളതും നിങ്ങൾക്ക് ലേറ്റർ ഓൺ, അതായത് കുറേ വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു കോർപ്പസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. അപ്പം അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണുക. അപ്പോൾ നമ്മളെന്താ പറഞ്ഞ് എങ്ങനെ രാകേഷ് ജിഞ്ചുമാലയാകാം അല്ലേ? അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാൻ ഇത്രയും ചെറിയ സാലറിയിൽ വർക്ക് ചെയ്യുന്ന ഞാൻ എങ്ങനെയാണ് രാകേഷ് ജിഞ്ചുമാലയാകാം? കോടിക്കണക്കിന് വർത്തുള്ള ഒരു എന്താ പറയുക, അത്രയും വെൽത്ത് എങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും? അങ്ങനെ വിചാരിക്കുന്നില്ലേ? എന്നാൽ ഞാനൊരു ഐഡിയ പറയട്ടെ. നമ്മൾക്ക് സാധാരണഗതിയിലുള്ള എക്സ്പെൻസുകളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് പുറത്ത് പോയി ഒന്ന് ഫുഡ് കഴിക്കുമ്പോഴോ, ഒരു ഫിലിം കാണുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങൾ പെട്രോൾ അടിക്കുമ്പോഴോ അല്ലേ, ഒരു മാസം നിങ്ങൾക്ക് പെട്രോളിന് എത്ര ചിലവാകും നോക്കിയിട്ടുണ്ടോ? അതേപോലെ ഒരു എക്സ്പെൻസ് എന്ന രീതിയിൽ നിങ്ങൾ മാറ്റി വെച്ചിട്ട് ആ എമൗണ്ടിന് സ്റ്റോക്സ്, ഷെയർസ്, കമ്പനികളുടെ, നല്ല കമ്പനികളുടെ ഷെയർസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയാലോ? ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ വെറുതെ വാങ്ങിക്കുകയല്ല, അതിന് കുറച്ചൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കുറേശ്ശെ എമൗണ്ട് മാറ്റി വെച്ച് അക്യുമുലേറ്റ് ചെയ്ത് ഒരു വലിയ കോർപ്പസ് ബിൽഡ് ചെയ്യുന്നൊരു കാര്യം അറിയൂ. പലതുള്ളി പെരുവെള്ളം ഒരു സ്ട്രാറ്റജി എവിടെയൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ? അതേപോലെ കുറേശ്ശെ സ്റ്റോക്കുകൾ വാങ്ങിച്ച് കൂട്ടി വലിയൊരു കോർപ്പസ് ബിൽഡ് ചെയ്യാൻ പോവുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഷെയറൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറേ എമൗണ്ടൊക്കെ വേണ്ടേ? ഇല്ലെന്നേ. ഇപ്പോൾ ഞാനിവിടെ എക്സാമ്പിളായിട്ട് കുറച്ച് സ്റ്റോക്സിൻ്റെ കാര്യങ്ങൾ എടുക്കും. അപ്പം നിങ്ങൾ അതൊരു അഡ്വൈസ് ആയിട്ടോ റെക്കമെൻഡേഷൻ ആയിട്ടോ ഒന്നും എടുക്കണ്ട, അത് എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ടാറ്റാ സ്റ്റീൽ എടുക്കാം. ടാറ്റാ സ്റ്റീൽ ഇപ്പോൾ എത്ര റേറ്റ്? 180. ഏകദേശം കുറച്ച് നാളുകൾക്ക് മുമ്പ് 100 rupees ഉണ്ടായ സാധനമാണ് അല്ലേ? ഇതിപ്പോൾ 180. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ ഇല്ലേ? നോർമലി നമ്മൾ ഈ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ, ഒരു ചാർട്ട് എടുത്ത് നോക്കിയാൽ അറിയാം, കുറച്ച് വർഷങ്ങളുടെ ഒരു ചാർട്ട് എടുത്ത് ടാറ്റാ സ്റ്റീലിൻ്റെ നോക്കിയാൽ അറിയാം, ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുവാണ് എപ്പോഴും അല്ലേ? അതേപോലെ എന്താണ് ICICI ബാങ്ക്, ആക്സിസ്, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ടോപ്പ് ലൈനായിട്ടുള്ള കമ്പനീസ് അല്ലേ? എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ക്യാപ്പ് അത്യാവശ്യം നല്ല ബിഗ് മാർക്കറ്റ് ക്യാപ്പുള്ള ലാർജ് ക്യാപ്പ് കമ്പനീസ് എന്ന് പറയുമ്പോൾ നിഫ്റ്റിയിലും സെൻസെക്സിലും ഉള്ളത്. നിഫ്റ്റിയൊക്കെ അറിയാമല്ലോ അല്ലേ? സെൻസെക്സ് ഒക്കെ അറിയാമല്ലോ. അപ്പോൾ നിഫ്റ്റിയിലും സെൻസെക്സിലുള്ള ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള നല്ല മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനീസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത് ടാറ്റാ സ്റ്റീലാണ്. അപ്പോൾ ടാറ്റാ സ്റ്റീൽ നമുക്കിപ്പോൾ റേറ്റ് 180 എന്ന് കൂട്ടുക. 180 rupees നമുക്ക് ആർക്ക് വേണമെങ്കിലും എടുക്കാവുന്ന ചെറിയ എമൗണ്ടേ ഉള്ളൂ അല്ലേ? ചെറിയൊരു സാലറി ഉള്ള ആളുകൾക്കും ചെറിയ രീതിയിൽ ബിസിനസ് നടക്കുന്ന ആൾക്കൊക്കെ ഒരു 150 രൂപ അല്ലേ? ഈ 150 രൂപ മുടക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണോ? നമുക്ക് സാധാരണഗതിയിൽ എക്സ്പെൻസ് പോലെ തന്നെ വേണമെങ്കിൽ 150 രൂപ മുടക്കാം, 180 രൂപ അല്ലേ? അപ്പം ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ വാങ്ങിക്കണം. എങ്ങനെ വാങ്ങിക്കണം? ഒരു മാസത്തിൽ ഒരു 10 ടാറ്റ സ്റ്റീൽ വാങ്ങിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു ബിരിയാണി കഴിച്ചു എന്ന് കരുതിയാൽ മതി, ഒരു ടാറ്റ സ്റ്റീൽ കിട്ടും അല്ലേ? ആ പൈസക്ക് അല്ലേ? ഒരു പ്രാവശ്യം പെട്രോൾ അടിക്കുന്ന പൈസക്ക് ഒരു ടാറ്റ സ്റ്റീൽ കിട്ടും അല്ലേ? അപ്പോൾ ഞാൻ ടാറ്റ സ്റ്റീൽ എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ റെക്കമെൻഡേഷൻ അല്ല കേട്ടോ, ഞാൻ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സ്റ്റോക്ക് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിന് അങ്ങനെ ഇങ്ങനെ വാങ്ങിച്ച് എങ്ങനെ വാങ്ങിക്കണം? ടാറ്റ സ്റ്റീൽ ഓരോ പ്രാവശ്യവും നോക്കുമ്പോൾ 1% ഡൗൺ വന്നിരിക്കുന്ന ദിവസമാണ് നിങ്ങൾ ടാറ്റ സ്റ്റീൽ വാങ്ങിക്കുന്നത് എന്നൊക്കെ മാർക്കറ്റിൽ നോക്കുമ്പോൾ, നമ്മൾ ഈ മൊബൈൽ ആപ്ലിക്കേഷനിലൊക്കെ നമുക്ക് നോക്കാൻ പറ്റും അല്ലേ? നോക്കുമ്പോൾ 1% താഴെ നിൽക്കുന്നു എങ്കിൽ അന്നേരം ഈ ടാറ്റ സ്റ്റീൽ നമുക്ക് പറ്റാവുന്ന എമൗണ്ട്, നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് കൊണ്ട് വാങ്ങിക്കുക. ഇത് എത്ര ആക്കണമെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരട്ടെ? 5500 ആക്കണം. ഏകദേശം ഒരു 10 ലക്ഷം രൂപ അടുത്ത് വരും. പേടിയായില്ലേ?
അങ്ങനെയില്ല. നിങ്ങൾ ഓരോ പ്രാവശ്യം ഓരോ മാസം നിങ്ങൾക്ക് എത്ര എണ്ണം വാങ്ങിക്കാൻ പറ്റും നോക്കാം ടാറ്റ സ്റ്റീൽ. ഓക്കെ, ടാറ്റ സ്റ്റീൽ എന്ന് പറഞ്ഞ എക്സാമ്പിളാണ്. അപ്പോൾ അത് റെക്കമെൻഡേഷൻ അല്ല, ഞാനൊരു ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടി, ഈ ഒരു ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഈ ടാറ്റ സ്റ്റീൽ നിങ്ങൾക്ക് എത്ര എണ്ണം വാങ്ങിക്കാൻ പറ്റും? 180 രൂപ. ഒരു 10 എണ്ണം വാങ്ങിച്ചാൽ 1800 രൂപ അല്ലേ? 1800 രൂപ ഒരു മാസം മാറ്റി വയ്ക്കാൻ പറ്റുമോ? എന്നാൽ പറ്റാവുന്നത് 5 എണ്ണമെങ്കിൽ 5 എണ്ണം, അങ്ങനെ പതുക്കെ പതുക്കെ ആഡ് ചെയ്തിട്ട് 5500 ആക്കണം. അതാണ് ലക്ഷ്യം. നിങ്ങളുടെ ടാർഗറ്റ് എന്താ? റേറ്റിലല്ല, നിങ്ങൾ പ്രൈസ് നോക്കുകയേ വേണ്ട. സ്റ്റോക്കിൻ്റെ കുറച്ച് നാളുകൾ കൊണ്ട് 5500 നമ്പർ ആക്കി എന്നിരിക്കട്ടെ. എന്നിട്ട് എന്ത് ചെയ്യണം? അടുത്ത സ്റ്റോക്ക് സെലക്ട് ചെയ്യുക. സ്റ്റോക്ക് സെലക്ഷൻ നടത്തുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സെക്ടർ റിസ്ക് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഡിഫറെൻറ്റ് സെക്ടേഴ്സിലെ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോക്ക് സെലക്ട് ചെയ്തോളൂ. ആ ഇഷ്ടമുള്ള സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അത് നിഫ്റ്റിയിലോ സെൻസെക്സിലോ ഉള്ള സ്റ്റോക്കുകളായിരിക്കാൻ ശ്രദ്ധിക്കണം. അതിനെന്താ അറിയുമോ, നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഒരുപാട് മാർക്കറ്റ് സ്റ്റഡി ഒന്നും നടത്തേണ്ടതില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയണേ. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ നോക്കുന്നത് വലിയ മാർക്കറ്റ് സ്റ്റഡി ഒന്നും ഇല്ലാണ്ട് വളരെ പാസീവായിട്ടുള്ള രീതിയിലാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യണേ. ഓക്കെ, പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് റിസർച്ച് അതിനകത്ത് ചെയ്യുന്നില്ല. ആകെ ഒരൊറ്റ കാര്യം മാത്രമേ നിങ്ങൾ നോക്കുന്നുള്ളൂ. അത് സെൻസെക്സിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്? 30 സ്റ്റോക്ക് അല്ലേ സെൻസെക്സിൽ. നിഫ്റ്റിയിലോ 50 സ്റ്റോക്സ് അല്ലേ? ഇത്രയും സ്റ്റോക്സുകളിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ കാര്യമുണ്ട്. എപ്പോഴും നമുക്ക് നോക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും റിസ്ക് ആ സ്റ്റോക്കിൽ ആ കമ്പനീസിന് വരികയാണെങ്കിൽ നമ്മൾ അറിയണമെന്നില്ല. അപ്പം നിങ്ങൾ ഒരു കാര്യം നോക്കിയാൽ മതി, സെൻസെക്സിൽ ഈ സ്റ്റോക്ക് ഉണ്ട്, ഈ 30 സ്റ്റോക്കിൽ വരുന്നതാണോ ഈ സ്റ്റോക്ക്? അത് എപ്പോഴെങ്കിലും സെൻസെക്സിൽ നിന്ന് ഔട്ട് ആകുന്നുണ്ടെങ്കിൽ ഈ പോർട്ട്ഫോളിയോ നിങ്ങളത് കളയാൻ വേണം. ക്ലിയർ ആയോ? ഇതൊന്നും കൂടി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്റ്റോക്കുകൾ ഓരോ കമ്പനികളായിട്ട് ഇങ്ങനെ ആഡ് ചെയ്യും. ഇതിന് ടാർഗറ്റ് ഉണ്ട്. ഞാൻ നേരത്തെ ടാറ്റ സ്റ്റീലിന് 5500 പറഞ്ഞ പോലെ ടാർഗറ്റുകളുണ്ട്. ഈ ടാർഗറ്റ് എവിടെ നിന്ന് കിട്ടും? F&O ലോട്ട് സൈസ്, അതായത് എക്സ്ചേഞ്ചിന് നമുക്ക് ഫിക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. F&O ലോട്ട് സൈസുകൾ ഫിക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. ICICI ബാങ്കിന് 700, ടാറ്റ സ്റ്റീലിന് 5500. അങ്ങനെ ഓരോ കമ്പനിക്കും ഓരോ സ്റ്റോക്കിനും F&O ലോട്ടുകൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ ഇതെന്തിനാ ഈ ടാർഗറ്റ് തന്നെയെന്നറിയോ? നമ്പർ ഓഫ് ഷെയർസ് ടാർഗറ്റ് തന്നെയെന്നറിയോ? നിങ്ങൾ ഇപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കുവാണെന്ന് കരുതിയിട്ട്, ഫുട്ബോളിൽ നമുക്ക് ഗോൾ പോസ്റ്റ് ഉണ്ടാവില്ലേ? നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഗോൾ പോസ്റ്റിലേക്ക് അടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ഒരു ഗോൾ അവിടെ ഉണ്ടാവണം അല്ലേ? അല്ലെങ്കിൽ എന്ത് വരും? ഇത്രയും കളിക്കാരൊക്കെ ഒരു ബോൾ തട്ടിക്കളി എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചുകൊണ്ടിരിക്കും അല്ലേ? അതുപോലല്ലോ നമുക്കൊരു ടാർഗറ്റ് വേണം, ഒരു ലക്ഷ്യം, ഒരു ഗോൾ വേണം. ആ ലക്ഷ്യമാണ് എന്ത്? ഈ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്, എന്ത് ലോട്ട് സൈസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ലോട്ടായിട്ടല്ല വാങ്ങിക്കാൻ പറഞ്ഞാൽ ആ ലോട്ട് നമ്പേഴ്സിലേക്ക് ഇവിടെ എത്തിക്കുക, ഈ സ്റ്റോക്കിനെ എത്തിക്കുക. അപ്പോൾ ടാറ്റ സ്റ്റീൽ 180 രൂപയാണെങ്കിൽ അത് ഓരോ പ്രാവശ്യമായിട്ട് വാങ്ങിച്ചിട്ട് 5500 നമ്പേഴ്സ് എത്തിക്കുക. ക്ലിയർ ആണല്ലോ? ആ 5500 എത്തിക്കുക എന്നുള്ളതിൽ ഫോക്കസ്ഡ് ആവണം നിങ്ങൾ. അപ്പോൾ അത് എപ്പോഴൊക്കെ മാർക്കറ്റ് ഡൗൺ വരുന്നു, മാർക്കറ്റിൽ ടാറ്റ സ്റ്റീൽ 1% താഴെ നിൽക്കുന്നു, അന്നേരമൊക്കെ ആഡ് ചെയ്തുകൊള്ളണം, വാങ്ങിച്ചുകൊള്ളണം. ക്ലിയർ ആണല്ലോ? അങ്ങനെ വാങ്ങിച്ച് നമ്മുടെ ക്യാഷ് ഉള്ള പോലെ നമുക്ക് 10 എണ്ണം വാങ്ങിക്കാൻ പറ്റിയ 10 എണ്ണം, ഒരെണ്ണം വാങ്ങിക്കാൻ പറ്റിയ ഒരെണ്ണം, 1000 എണ്ണം പറ്റുമെങ്കിൽ അങ്ങനെ നമ്മുടെ ക്യാഷ് ഉള്ള പോലെ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ 5500 എത്തിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 5500 എത്തിച്ചാൽ അടുത്ത സ്റ്റോക്ക് വാങ്ങിക്കുക. അങ്ങനെ ഓരോ സ്റ്റോക്കുകളും ലോട്ട് സൈസുകൾ എത്രയാണോ അത് എത്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ വിൽക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. വിൽക്കണമെങ്കിൽ ഇത്രയേ ഉള്ളൂ, എന്തെങ്കിലും തരത്തിലുള്ള ബാഡ് ന്യൂസ് ഈ കമ്പനിക്ക് ഉണ്ടാവുകയും അത് നിങ്ങൾ ചെക്ക് ചെയ്യണമെന്നില്ല. ഈ സെൻസെക്സിൽ നിന്ന് ഔട്ടായിക്കോളും, അല്ലെങ്കിൽ നിഫ്റ്റിയിൽ നിന്ന് ഈ സ്റ്റോക്ക് ഔട്ടായിക്കോളും. കാരണം അപ്പം മാർക്കറ്റ് ക്യാപ്പ് എന്തെങ്കിലും തരത്തിലുള്ള മാർക്കറ്റിൽ ഈ സ്റ്റോക്കിന് ഡൗൺ വരികയാണ്, എന്തെങ്കിലും റിസ്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് കുറയും. സ്വാഭാവികമായിട്ടും ഈ ഇൻഡെക്സിൽ നിന്ന് ഈ സ്റ്റോക്ക് ഔട്ടാവുകയും ചെയ്യും. അങ്ങനെ ഔട്ടാവുന്ന സമയത്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് ഈ സ്റ്റോക്കിനെ ദൂരെ കളഞ്ഞുകൊള്ളണം. കാരണം നമുക്ക് ഒരുപാട് സ്റ്റഡി ചെയ്യാൻ സമയമില്ല. നിങ്ങളുടെ ജോലിയിലോ ബിസിനസ്സിലൊക്കെ ഫുൾ ടൈം ബിസി ആയിരിക്കും. ആ സമയത്ത് നോക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ഇൻഡെക്സിലുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുക, നിങ്ങൾ അത് കീപ്പ് ചെയ്യുക. ഇല്ലെങ്കിൽ അന്നേരം ഔട്ടടിച്ച് കളഞ്ഞേക്കുക. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ അല്ലേ? ശ്രദ്ധിക്കണം. കാരണം റെയർ ആണെങ്കിലും ചിലപ്പോൾ സംഭവിച്ചേക്കാം. യെസ് ബാങ്ക് അല്ലേ നല്ല രീതിയിൽ ഡൗൺ വന്നു, അതിനു മുമ്പ് സത്യം കമ്പ്യൂട്ടർ. അപ്പോൾ അതുകൊണ്ട് ഒരു കമ്പനിയിൽ മോശം സിറ്റുവേഷൻ വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. വരികയാണെങ്കിൽ വലിയ റിസ്ക് ഇല്ലാണ്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അതുകൊണ്ടാണ് എപ്പോൾ ഇൻഡെക്സിൽ നിന്ന് ഔട്ടാകുന്നോ അന്നേരം നമ്മളുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് ഔട്ടാകുക. ഒരുപാട് റിസർച്ച് ഒന്നും ഇല്ലാണ്ട് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. ക്ലിയർ ആണല്ലോ? അങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓവർ എ പീരീഡ് ഓഫ് ടൈം പലതുള്ളി പെരുവെള്ളം പോലെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ സ്റ്റോക്കുകൾ വരികയും അപ്പോൾ അതിനൊരു കറക്റ്റ് കണക്കുണ്ടാവുകയും ചെയ്യും അല്ലേ? എത്രയാകണം? ഏകദേശം ഒരു 6 lakhs മുതൽ 10 lakhs
12 lakhs വരുന്ന രീതിയിലാണ് ഓരോ ലോട്ട് സൈസും എക്സ്ചേഞ്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു സ്റ്റോക്കിൽ തന്നെ ഭയങ്കര എമൗണ്ട് കൂടാണ്ടും ഒരു സ്റ്റോക്കിൽ കുറയാണ്ടും ഒരു ആവറേജ് ലെവലിൽ നിർത്താനായിട്ട്, ടോട്ടൽ വാല്യൂ നിർത്താനായിട്ട് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മളുടെ വെൽത്ത് ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും അല്ലേ. ചെറിയ ചെറിയ രീതിയിൽ എമൗണ്ട് മാറ്റി വെച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്ത് വലിയൊരു കോർപ്പസ് ബിൽഡ് ചെയ്യാനായിട്ട് അതേപോലെ സാധിക്കും. നല്ല വെൽത്തി ആകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ശരിയല്ലേ? ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇത് ഓരോ പ്രാവശ്യവും മാർക്കറ്റിൽ 1% ഡൗൺ വരുമ്പോഴാണ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും, ആവറേജിങ് നടക്കും അല്ലേ. അതുകൊണ്ട് ഈ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നിങ്ങളുടെ ഏറ്റവും കുറഞ്ഞ റേറ്റ് ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കും അല്ലേ. മാർക്കറ്റിൽ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാകും, ഈ ഡൗൺ സൈഡിലൊക്കെ നിങ്ങൾ ആഡ് ചെയ്യുന്നു. അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി ആവറേജിങ് നടക്കുകയും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നിങ്ങൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്യും. ഒന്ന്. പിന്നെ രണ്ടാമത്തത് പ്രൈസിലുള്ള ഇൻക്രിമെൻറ്റ് മാത്രമല്ല, പിന്നെന്താണ്, നിങ്ങൾക്ക് ഡിവിഡൻഡ്, ബോണസ്, അതേപോലെ റൈറ്റ് ഇഷ്യൂ, ഓരോ കോർപ്പറേറ്റ് ആക്ഷന് നിങ്ങൾ എലിജിബിൾ ആവുകയും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും അല്ലേ. ഇത് കംപ്ലീറ്റ്ലി ലോങ് ടേമാ. അപ്പോൾ ലോങ് ടേമിലേക്ക് നോക്കുവാണെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ ഡിവിഡൻഡ് ഒരു വർഷത്തിൽ ഫൈനൽ ഡിവിഡൻഡ് മാത്രമല്ല ഇൻറ്റീരിയർ ഡിവിഡൻഡൊക്കെ ഉണ്ടാവും അല്ലേ. അതിൽ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യും. അതേപോലെ ഓരോ ആഡഡ് അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ കയ്യിൽ വെക്കുന്നത് ഒരു സ്ട്രോങ് കമ്പനിയുടെ ഓണർഷിപ്പ് കൂടിയാണ്, അത് ആലോചിക്കണം അല്ലേ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, അതായത് നിങ്ങൾ സെല്ല് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ, ഇതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെല്ല് ചെയ്യുമ്പോഴാണ് എന്ത് വരിക, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരിക. അപ്പോൾ ടാക്സേഷൻ്റെ പ്രശ്നമില്ല. ഓരോ പ്രാവശ്യവും സെല്ല് ചെയ്താലേ പ്രോഫിറ്റ് ഉണ്ടാവും, അങ്ങനെയില്ല. സെല്ല് ചെയ്യേണ്ട, ലോങ് ടേം കീപ്പ് ചെയ്തോളൂ. അപ്പം നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരുന്നില്ല. ഇത് ലോങ് ടേം അക്യുമുലേഷന് വേണ്ടിയുള്ള ഒരു ഐഡിയ, ഷോർട്ട് ടൈമിലേക്കുള്ള പ്ലാനേ അല്ല. ഷോർട്ട് ടൈം സ്ട്രാറ്റജി വേറെയാണ്, ഇത് ലോങ് ടേം ആണ്. നിങ്ങൾ ബൈ മാത്രമേ ചെയ്യുന്നുള്ളൂ, സെല്ല് ചെയ്യുന്നില്ല. അപ്പോൾ അതിനുള്ളൊരു ഐഡിയ ആണ്. 2 ബെനിഫിറ്റ് നമ്മൾ കണ്ടു. മൂന്നാമത്തെ ബെനിഫിറ്റ് എന്താ, ഈ സ്റ്റോക്കുകളെല്ലാം നമ്പർ ഓഫ് ഷെയർസ് ഇത്ര ആക്കണം എന്നുള്ള കറക്റ്റ് ഗോൾ ഉള്ളത് കൊണ്ട് ഇടയ്ക്ക് നമുക്ക് സെല്ല് ചെയ്യാൻ തോന്നില്ല. ചെറിയ ആവശ്യം വന്നാലും എടുത്തുകൊണ്ട് പോവില്ല. ഓക്കെ, അങ്ങനെ ഇത്രയും നല്ല ബെനിഫിറ്റുകളുള്ളൊരു പരിപാടിയാണ്. നല്ല രീതിയിൽ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി ഏത് സ്ട്രാറ്റജീസിനും ചിലപ്പോൾ ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവുമല്ലോ. എന്തായിരിക്കും ഡിസഡ്വാൻറ്റേജ്? അത് നമ്മുടെ മൈൻഡ് തന്നെ ചിലപ്പം ഇതിനകത്ത് ഒരു പണി തന്നേക്കാം. എന്താണെന്നറിയോ, ചില സമയത്ത് മാർക്കറ്റിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കാണുമ്പോൾ ഇത് ചിലപ്പം ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്ന സ്റ്റോക്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ചിലപ്പോൾ നോക്കി പോകും. അപ്പം നമുക്ക് നോക്കും, ഈ പ്രോഫിറ്റ് അങ്ങോട്ട് ബുക്ക് ചെയ്തെടുത്താൽ എന്താ, നല്ല പ്രോഫിറ്റ് കിട്ടിയില്ലേ. അപ്പോൾ ഇങ്ങനെ മൈൻഡിൽ ഈ ചില സമയത്ത് ഇങ്ങനെയുള്ള ചാഞ്ചല്യങ്ങളും ഉണ്ടാവാൻ പാടില്ല. കറക്റ്റായിട്ട് ഈ നമ്മൾ റൂള് കീപ്പ് ചെയ്യണം. ഇത് ലോങ് ടൈമിലേക്കുള്ളതാ, ഒരു കാരണവശാലും ഷോർട്ട് ടൈമിലേക്കുള്ള സ്ട്രാറ്റജി അല്ല. അപ്പം ഇടയ്ക്ക് നമ്മൾ എക്സിറ്റ് ആവാണ്ട് ഇതൊരു സ്ട്രോങ് ആയിട്ട് ഇത് കണ്ടിന്യൂ ചെയ്തു പോകേണ്ട ഒരു കാര്യമാണ്. അപ്പം എന്തൊക്കെ മാർക്കറ്റിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടെങ്കിലും അതൊന്നും നോക്കണ്ട. നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കിൽ 1% ഡൗൺ വരുമ്പോൾ വാങ്ങിക്കുക, അത് മാത്രമേ ഉള്ളൂ. നമ്പർ ഓഫ് ലോട്ട്, ആ ഷെയർസിൻ്റെ എത്ര വേണം എന്നുള്ളത് എത്തിക്കുക. അത് കഴിഞ്ഞിട്ട് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത വേറൊരു സെക്ടറിലുള്ള സ്റ്റോക്ക് വാങ്ങിക്കുക, അതിന് നമ്പേഴ്സ് എത്തിക്കുക. അത്രയും മാത്രം നോക്കിയാൽ മതി. ഈ സ്ട്രാറ്റജി ഇഷ്ടപ്പെട്ടോ? ഇത് ലോങ് ടേം ആണ്. അപ്പം നല്ല രീതിയിൽ എല്ലാവർക്കും നല്ല രീതിയിൽ വെൽത്ത് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. താങ്ക് യു. Investment in securities market are subject to market risks. Read all the related documents carefully before investing.